ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 23 ആണ്. നാളെ മാർച്ച് 24 അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം പൊതുവേ നമ്മൾ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവലില്ല. അപ്പം ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ ആണെങ്കിലും നാട്ടിലല്ല, ഇവിടെ ആയിപ്പോയി. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോയി കേക്ക് മേടിച്ച് അച്ഛനെ സർപ്രൈസ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല, കാരണം നമുക്ക് അറിയില്ല ഇവിടെ എവിടെയും സ്ഥലമൊന്നും ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചൊരു കുഞ്ഞ് പുഡിങ് പോലെ ഒരു സാധനം ഉണ്ടാക്കുക, നമുക്ക് അച്ഛനെ 12 മണിക്ക് വിളിച്ചിട്ട് സർപ്രൈസ് ചെയ്യുക. അതേപോലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛനോട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അപ്പം അതും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പം ഞാൻ പോയിട്ട് അത് ഉണ്ടാക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാംഗോ പുഡിങ്. അപ്പം കേക്കിന് പകരം നമ്മളൊരു പുഡിങ് സെറ്റാക്കി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോഴേക്കും അച്ഛൻ വരും. പക്ഷെ അച്ഛൻ അങ്ങനെ ഫ്രിഡ്ജൊന്നും തുറന്നു നോക്കില്ല. അപ്പോൾ പിന്നെ ഇനി 12 മണിക്ക് അച്ഛനെ വിളിച്ചിട്ട് നമുക്കിത് കൊടുക്കാം സർപ്രൈസ് ആയിട്ട്. ഇപ്പം ടൈം 11:55 അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് 12 മണിക്ക് തന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്യാം അച്ഛനെ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കിടക്കുന്ന റൂമിലാണ് ഫ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ വിളിച്ച് വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ നിന്ന് പുഡിങ് എടുത്ത് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 12 മണിക്ക് തന്നെ വിളിക്കാം. 2 മിനിറ്റും കൂടെ ഉണ്ട്, കറക്റ്റ് 12 മണിക്ക് തന്നെ വിളിക്കണം. 11:45 വിളിക്കണം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ ആളാണ്. 12 മണിയായി. ഇനി നമുക്ക് പോയിട്ട് വിളിച്ചു നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കേക്കാച്ചാ എനിക്കൊന്നും പറയില്ല. കഴിച്ചു നോക്കിച്ചാ. എന്താ അറിയോ, ഇവരെന്തെങ്കിലും നിർവികാര ജീവിനെ പോലെ. എങ്ങനെയുണ്ടച്ചാ? ഗൈസ്, നിങ്ങൾ ആരും അച്ഛൻ്റെ അടുത്ത് നിന്ന് അധികം എക്സ്പ്രഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരാളാണ് അച്ഛൻ. അധികം എക്സ്പ്രസ് ചെയ്യില്ല. ലജാ അപ്പോൾ ഗൈസ്, നമ്മൾ അച്ഛൻ അത് കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുത്ത് അച്ഛൻ ഹാപ്പിയായി. പക്ഷേ അധികം എക്സ്പ്രഷൻ അച്ഛൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട. അച്ഛൻ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. സോ അച്ഛൻ ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പം ഇനി കിടന്ന് ഉറങ്ങട്ടെ. അപ്പം ഇനി ബാക്കി നാളെ രാവിലെ. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മ നല്ല ചെറുപയർ പരിപ്പിൻ്റെ ശർക്കര പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഫേവറേറ്റ് പായസമാണിത്. അപ്പം അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട്. ആദ്യം പോകുമ്പോൾ അത് കൊടുത്തയക്കണം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, ബർത്ത്ഡേ വ്ളോഗിൽ പിന്നെ നമുക്കൊന്നും കാണിക്കാനില്ലായിരുന്നു, കാരണം ബർത്ത്ഡേ ബോയ് ജോലിക്ക് പോയതായിരുന്നു. അപ്പം ഇപ്പം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഒരു 1 hourനുള്ളിൽ എത്തുന്ന ഡിന്നർ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അപ്പം നമ്മളോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിനി കുറച്ചൊരു കുഞ്ഞ് ഷോപ്പിങ്ങും ഡിന്നറും അത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. സോ കം, ലെറ്റ്സ് ഗെറ്റ് റെഡി. ഞാനും അമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അച്ഛനും ആദ്യം വരണം, ഓർക്കൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ നമ്മൾ റെഡി ആയി ഗൈസ്. ഇതാണ് ഞങ്ങൾ അച്ഛന് വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ട്. അച്ഛന് ഇഷ്ടമായോ? നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ്, അതേപോലെ പറ്റുകയാണെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകണം, അതേമാതിരി ഡിന്നർ. ഇത് മൂന്നാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ നമുക്ക് ഇറങ്ങാം. ഞാൻ റൂം ടൂർ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന ടൈമിൽ അപ്പാർട്ട്മെൻറ്റ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഇതുവരെ ഒന്നും ഒതുക്കി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര മെസ്സായി കിടക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ
പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചത്. ഈ ഒരു ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പച്ച റൂമിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, ബീച്ചിലേക്കും അതേപോലെ ഷോപ്പിംഗ് ആൻഡ് ഡിന്നർ ആയിരുന്നു. പക്ഷെ നമ്മൾ വഴിയിൽ നിന്ന് പ്ലാൻ മാറ്റി. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മോളിലേക്ക് പോയിട്ട് അവിടുന്ന് ഷോപ്പിംഗ്, പിന്നെ വേറെ കുറച്ച് ഷോപ്പിൽ കയറാറുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുക, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ പിന്നെ ആ മോളിലേക്ക് ചെന്ന് പാർക്കിങ്ങിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. അത്യാവശ്യം വലിയ പുറത്തുനിന്ന് കാണുന്ന പോലെ ഇല്ലായിരുന്നു, അത്യാവശ്യം വലിയ മാൾ തന്നെ ആയിരുന്നു. ബട്ട് ചോട്ടാ മാൾ 2 ഫ്ലോറേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല വൈഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അവിടെ പോയി പോടാ. അപ്പോൾ നമ്മൾ കേരളത്തിലും ഇല്ലല്ലോ, കോഴിക്കോടത്തിലും. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഏത് മോളിൽ പോയാലും നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ വേറെ എന്ത് പരിപാടി. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കിറ്റ്കാറ്റിൻ്റെയും ഓറിയോൻ്റെയും ചോക്കോബാർ മേടിച്ചിട്ടുണ്ടേനി. അത് കഴിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ പോയിട്ട് ശ്വാസം മുട്ടിനപ്പോൾ തന്നെ ചത്തുപോയേനെ. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ് പറ്റിയില്ല. തിരഞ്ഞിറങ്ങി ഞാനിപ്പോൾ ഓരോ മിസ്സായി. ഈ വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഓല എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ് ഗൈസ്. ഏതെങ്കിലും പാത്രത്തിൻ്റെ സെക്ഷനിലുണ്ടാവും. ഇതവിടെ ഉണ്ട്. 2 ആളും പാത്രത്തിൻ്റെ പ്രാന്തുള്ള ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ഈ സെക്ഷനിൽ 2 ആളും കൂടെ സെറ്റ് ആയിക്കോളും. ചാ, എനിക്ക് 2 ആൾക്കും പാത്രത്തിൻ്റെ പ്രാന്തുള്ളതുകൊണ്ട് കുഴപ്പമില്ലാന്ന് അല്ലേ? അതിന് പുതിയ പുതിയ പാത്രം വാങ്ങണോ? മോളുടെ ഒരുപാട് ഭാഗത്തായിട്ട് ഈ നോമ്പായതുകൊണ്ട് പെരുന്നാളിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് എണ്ണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനാണ്. അച്ഛൻ ഇന്ന് അറബിക് ഫുഡൊന്നും വേണ്ട, കുറച്ച് നമ്മുടെ നാടൻ ഐറ്റംസ്, അങ്ങനെ കേരള ടച്ചുള്ള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. KL 1010 എന്നായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മുടെ കൊണ്ടോട്ടിയല്ല, മലപ്പുറംകാരുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അതായത് നമ്മുടെ നാട്ടുകാരുടെ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കൻ കടായും ബീഫ് ഫ്രൈയും എല്ലാം ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അതേപോലെ ഓവർ പ്രൈസിങ് ഒന്നുമില്ലായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി, ഫിഷും കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മൾ ആരെ ബർത്ത്ഡേക്കും ഞങ്ങളും അച്ഛനും ഒരുമിച്ച് ഉണ്ടാവില്ല. ഇപ്രാവശ്യം അച്ഛൻ്റെ ബർത്ത്ഡേക്കും എൻ്റെ ബർത്ത്ഡേക്കും അതേപോലെ അച്ഛൻ്റെ അമ്മയും ആനിവേഴ്സറിക്കും നമ്മൾ ഒരുമിച്ചുണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.